ഇന്ന് റിലീസായ മലയാള സിനിമയാണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ. ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത സിനിമയാണ്. എഴുതിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. കിഷ്കിന്താണ്ടത്തിന് ശേഷം ജോബി ജോർജ് നിർമ്മിക്കുന്ന സിനിമയാണ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അതേപോലൊരു സാധനം എടുത്തായിട്ടാണ് തോന്നിയത്. കിഷ്കിന്താണ്ട ഹിറ്റായപ്പോൾ അതേപോലെ ആർക്കായാലും അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷേ ഇത് അതിന് മുന്നേ ഒക്കെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഫാമിലിയിലെ ഒരു മിസ്റ്ററി സീക്രട്ട് എന്നൊക്കെ അവർ തന്നെ ട്രെയിലറിൽ ഡയലോഗായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു മിസ്ലീഡ് ചെയ്യുന്ന ടൈപ്പാണെന്ന് നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അങ്ങനത്തെ വേറെ മിസ്റ്ററി ഒന്നുമില്ല. ഇതൊരു പ്രോപ്പർ ഇമോഷണൽ മൂവിയാണ്. കഥാപാത്രങ്ങളുടെ മനസ്സിലെ ഈഗോ, കോംപ്ലക്സിറ്റി ഇതിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നൊരു കോംപ്ലക്സ് തിരക്കഥയാണ് ഈ സിനിമയുടെ അവർ സമീപിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം വർക്കായിട്ടുണ്ട് ഇല്ലെന്നുള്ളത് പറയാം. ഇതിൻ്റെ കാസ്റ്റ് അടിപൊളി കാസ്റ്റാണ്. ഈ നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ അലൻസിയർ, ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂടി ഇവർ 3 പേരാണ്. സജിത മഠത്തിലുണ്ട്. അതുപോലെ തന്നെ ഷെല്ലി കിഷോർ, പിന്നെ നമ്മുടെ ആനന്ദത്തിലെ അക്ഷയ് മച്ചാൻ കുറേ നാളിന് ശേഷം പോറെന്ന് പറയുന്ന തമിഴ് പടത്തിൽ കണ്ടു. മലയാളത്തിൽ കുറേ നാളിന് ശേഷം തിരിച്ചു വന്നതാണ്. തോമസ് മാത്യു എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ ഗാർഗി ആനന്ദൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ആ നാട്ടിൻ പുറത്തെ കൊയിലാണ്ടി അവിടെ തോന്നുന്നു ലൊക്കേഷൻ, അങ്ങനെ ഒരു ഡയലോഗുണ്ട്. കൊയിലാണ്ടി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ സാധാരണ കുറച്ച് ആൾക്കാരും ആ ഒരു മൂഡാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ഫാമിലി ഇമോഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ക്രീൻ പ്ലേയിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഇതിലതില്ല. ചുമ്മാ 2 മണിക്കൂറില്ല, 1 മണിക്കൂർ 53 മിനിറ്റ് സംതിങ്. അത്രയും സമയം ചുമ്മാ എന്തൊക്കെയോ നമുക്കിത് കാണുമ്പോൾ അറിയാം ഇവരുടെ ഇടയിൽ പരിപാടികളുണ്ട്, ഈഗോ ഉണ്ട്, പരിപാടികളുണ്ട്, അങ്ങനത്തെ ഒരു ക്ലാഷ് ഉണ്ടെന്നൊക്കെ. പക്ഷേ അതിനെ ഒട്ടും എക്സൈറ്റഡ് ആക്കുന്നില്ല, ഒന്നും തന്നെ ഇല്ല. ഒരു സീനിൽ പോലും ഒരു എക്സൈറ്റ്മെൻറ്റോ പരിപാടിയോ ഒന്നും ജനിപ്പിക്കുന്നില്ല. പക്ഷേ തുറന്നു പറഞ്ഞാൽ ലാഗില്ല, ഒരു ബോറടിച്ച് ചത്തിരുന്ന് അങ്ങനല്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം ഇത് കളിയാക്കാനുള്ള വകുപ്പുമില്ല ഈ സിനിമയിൽ. പക്ഷേ എക്സൈറ്റും ആയിട്ടില്ല. ഒരു നിർവികാരമായിട്ട് സിനിമ കൊണ്ട് ഇറങ്ങിയ ഒരു ഫീലാണ് ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. പെർഫോമൻസസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാവരും തന്നെ ആരും മോശമായിട്ടില്ല, ആരും വൻ പൊളിയായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും അവർ ഇതിനു മുമ്പ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് വീക്ക്. ഡയറക്ഷനിലും ഒരു എഴുതി വെച്ചതിനെ അതേപോലെ എടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അതിനെ വേറെ രീതിയിൽ ഒരാൾ തന്നെ ആയതുകൊണ്ടാവാം. പക്ഷേ നമ്മളിത് നാച്ചുറലി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എഴുത്തിനെ അതേപോലെ ചിത്രീകരിച്ച് മാത്രമേ ഉള്ളൂ, അതിൽ മറ്റേ അപ്പാക്കിയിട്ടില്ല. അപ്പോൾ ആകത്തൊക്കെ ഞാനിതിനെ ക്യാപ്ഷനിൽ തിയേറ്ററിൽ വീണ്ടും ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഇത് തിയേറ്ററിൽ ഒരിക്കലും ഹിറ്റാവാൻ ഒരു ചേരുവയും ഉള്ള സിനിമയല്ല. ഇപ്പം നല്ല സിനിമകൾ പോലും, ക്വാളിറ്റിയുള്ള സിനിമകൾ പോലും തിയേറ്റർ അപ്പീലിംഗ് അല്ലാത്തതുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റാവുന്നില്ല. ഇപ്പം ഇത് പൂർണ്ണമായിട്ടൊരു ഭയങ്കര ക്വാളിറ്റിയുള്ള സിനിമയായിട്ടും തോന്നിയില്ല. ഒരു പ്രോപ്പർ ആവറേജ് കണ്ടന്റിനെ ബിലോ ആവറേജ് ആയിട്ട് എഴുത്തിലൂടെയും മേക്കിങ്ങിലൂടെയും എടുത്ത് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വന്നൊരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 2 ഔട്ട് ഓഫ് 5 ആണ്.